ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. നമുക്കറിയാം, നമ്മുടെ ഈ സംസ്ഥാനത്തെ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നാണ് വിളിക്കുന്നത്. ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന കേരളത്തിൽ നിന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ പോകാൻ ആഗ്രഹിക്കുന്ന, നമ്മളിൽ പലരും പോയിട്ടുള്ള ഒരു പ്രദേശമാണ്, ഒരു സംസ്ഥാനമാണ് നമ്മുടെ ജമ്മു കാശ്മീർ എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇപ്പോൾ അത് രണ്ട് കേന്ദ്ര ഭരണ പ്രദേശങ്ങളായിട്ട് തിരിച്ചിരിക്കുകയാണ്. വളരെ വൈവിധ്യങ്ങളുള്ള, വളരെ സുന്ദരമായ ഒരു നാടാണ് ജമ്മു കാശ്മീർ എന്ന് പറയുന്നത്, ലഡാക്ക് ജമ്മു കാശ്മീർ എന്ന് പറയുന്നത്. അവിടെയുള്ള ആളുകളും ആ നാട് പോലെ തന്നെ സുന്ദരമായ ഹൃദയമുള്ളവരാണ്, സ്നേഹവും സഹാനുഭൂതിയും ഉള്ളവരാണ്. എന്നാൽ വ്യത്യസ്തമായ കാലഘട്ടങ്ങളിൽ നമ്മളുടെ മുമ്പിലേക്ക് എത്തപ്പെടുന്നത് കശ്മീരിനെ പറ്റിയുള്ള വേദനാജനകമായിട്ടുള്ള വാർത്തകളാണ്. ഇപ്പം നമ്മുടെ മുമ്പിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം എന്നത് പഹൽഗാം ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളും അതുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളുമാണ്. നമുക്കറിയാം, നിരായുധനായിട്ട് നിന്ന ടൂറിസ്റ്റുകൾക്ക് നേരെ വെടിയുതിർത്ത തീവ്രവാദികളും അതുമായിട്ട് ബന്ധപ്പെട്ട മരണമടഞ്ഞവരും കാര്യങ്ങളുമൊക്കെയാണ് നമ്മുടെ ഈ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. അപ്പം ഇതിൻ്റെയൊക്കെ ഉത്ഭവം എവിടെ നിന്നാണ്, അല്ലെങ്കിൽ കശ്മീരിൻ്റെ പ്രശ്നങ്ങളുടെ തുടക്കം എവിടെയാണ്, കശ്മീരിൻ്റെ ചരിത്രം എന്താണ് എന്നതാണ് നമ്മൾ ഇന്ന് നോക്കുവാൻ പോകുന്നത്. ഈ പഹൽഗാം എന്ന ഈ ആക്രമണം ഈ ഒരു തുടക്കമല്ല, ഇത് മറ്റ് പല കാര്യങ്ങളുടെയും ഒരു ബാക്കി പത്രമാണ് എന്നാണ് നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത്. നമുക്ക് പോവാം കശ്മീരിൻ്റെ ചരിത്രത്തിലേക്ക്, ചരിത്രമുറങ്ങുന്ന ആ നാടിലേക്ക്. കശ്മീരിന്റെ ചരിത്രം തുടങ്ങുന്നത് AD 1000 പിറകിലേക്കാണ്. ഇന്ന് രണ്ട് കേന്ദ്രഭരണ പ്രദേശമായിട്ട് തിരിച്ചിരിക്കുന്ന കശ്മീർ ആ സമയങ്ങളിൽ ഒരു സിവിലൈസേഷൻ്റെ ഒരു നാടായിരുന്നു, കൾച്ചറൽ സെൻറ്റർ ആയിരുന്നു, എഡ്യൂക്കേഷണൽ സെൻറ്റർ ആയിരുന്നു, ഒരു റിലീജിയസ് സെൻറ്റർ ആയിരുന്നു. AD 1000 പുറകിലോട്ട് പോകുമ്പോഴത്തേക്കും കശ്മീർ ബുദ്ധമതത്തിൻ്റെയും ഹിന്ദു മതത്തിൻ്റെയും പ്രധാന കേന്ദ്രമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ ഗോനന്ദ, കർക്കോട്ട, ലൊഹാര എന്നീ ഹിന്ദു ജൈവ വംശങ്ങൾ ഭരിച്ചിരുന്ന നാടാണ് കശ്മീർ എന്ന് പറയുന്നത്. ഈ കാലഘട്ടങ്ങളിൽ കൾച്ചറലായിട്ട് വളരെയധികം ഡെവലപ്മെന്റ് കശ്മീർ അന്നത്തെ സമയത്ത് കൈവരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മൂന്നാമത്തെ പോയിന്റ് നമുക്ക് നോക്കാം. കർക്കോട്ട വംശത്തിലെ ലളിതാദിത്യൻ മാർത്താണ്ഡ സൂര്യമന്ദിരം പണിത പ്രധാന രാജാവായിരുന്നു. ഈ മാർത്താണ്ഡ സൂര്യമന്ദിരം സ്ഥിതി ചെയ്യുന്നത് അനന്തനാഗ് ജില്ലയിലാണ്. ഇന്ന് ആ ജില്ല, പഹൽഗാം സ്ഥിതി ചെയ്യുന്നതും ഇതേ ജില്ലയിലാണ് എന്നതൊരു കോയിൻസിഡൻസ് ആണ്. അപ്പോൾ കർക്കോട്ട വംശത്തിലെ ലളിതാദിത്യനാണ് മാർത്താണ്ഡ സൂര്യമന്ദിരം പണിതതെന്ന് മനസ്സിലാക്കുക. പിന്നെ ശൈവ ബൗദ്ധ ചിന്ത, കല, തത്വചിന്ത എന്നിവയുടെ കേന്ദ്രമായിട്ട് കശ്മീർ മാറിയത് ഈ ഒരു കാലഘട്ടത്തിലായിരുന്നു. അപ്പൊ നമുക്കറിയാം, ഇന്നത്തെ പോലെ പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി ഒന്നുമില്ലാതിരുന്ന ഒരു കൾച്ചറലായിട്ട്, റിലീജിയസ് ആയിട്ട്, സിവിലൈസ്ഡ് ആയിട്ടുള്ള ഒരു സമയമുണ്ടായിരുന്നു കശ്മീരിന് AD 1000 മുന്നേ. അപ്പൊ AD 1000 ശേഷം പിന്നെ 1399 കാലഘട്ടങ്ങളിലേക്ക് വരുമ്പോഴത്തേക്കും ഷാമിർ എന്ന മുസ്ലിം ഭരണാധികാരി കശ്മീരിന്റെ ഭരണം ഏറ്റെടുക്കുകയാണ്. 1339 ഷാമിർ കശ്മീരിന്റെ ആദ്യത്തെ മുസ്ലിം ഭരണാധികാരിയായിട്ട് മാറുകയും ഷാമിർ വംശത്തിന് തുടക്കം കുറിക്കുകയും ചെയ്യുന്നു. പിന്നീട് യൂസഫ് ഷാ അവസാനത്തെ സ്വതന്ത്ര ഭരണാധികാരിയാവുന്നു. AD 1000 മുതൽ 1339 വരെ ഹിന്ദു ബുദ്ധിസ്റ്റ് റൂളേഴ്സാണ് കശ്മീർ ഭരിച്ചിരുന്നത്. പിന്നീട് 1339 ആദ്യത്തെ മുസ്ലിം റൂളർ കശ്മീരിലേക്ക് എത്തുകയാണ്. അദ്ദേഹത്തിന്റെ പേരാണ് ഷാമിർ എന്നത്. അദ്ദേഹം ഷാമിർ ഡൈനാസ്റ്റിക്ക് തുടക്കം കുറിക്കുന്നു. പിന്നീട് 1587 ആ സമയത്ത് ഇന്ത്യയിലെ മറ്റ് പല ഭാഗങ്ങളിലും ഭരിച്ചുകൊണ്ടിരുന്ന മുഗൾ ഡൈനാസ്റ്റി അക്ബർ ദ ഗ്രേറ്റ് കശ്മീർ കീഴടക്കുന്നു. കശ്മീർ കീഴടക്കിയതിനു ശേഷം ഇത് മുഗൾ സാമ്രാജ്യത്തിന്റെ ഭാഗമാക്കി മാറ്റുന്നു. പ്രത്യേകം ഓർക്കുക, അന്ന് ഏകദേശം ഭൂരിഭാഗം ഏരിയാസും മുഗൾ ഭരണത്തിന്റെ കീഴിലായിരുന്നെങ്കിലും കശ്മീരിനെ ഇന്ത്യയുടെ ഒരു ഇന്റഗ്രൽ പാർട്ടായിട്ട് മുഗൾ ഭരണാധികാരികൾ അന്ന് വെക്കുന്നുണ്ട്. അപ്പോൾ തുടർന്ന് ഔറംഗസീബ് മുഗൾ ഭരണം കൂടുതൽ കശ്മീർ മേഖലയിലേക്ക് വ്യാപിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, AD 1000 മുതൽ 1339 വരെ ഹിന്ദു ബുദ്ധിസ്റ്റ് റൂളേഴ്സ് ആണ് കശ്മീർ ഭരിച്ചിരുന്നത്. പിന്നീട് 1587 മുഗൾ റൂള് കശ്മീരിലേക്ക് വരുന്നു. മുഗൾ ഭരണകാലത്തെ കശ്മീർ 1587 മുഗൾ ചക്രവർത്തിയായ അക്ബർ കശ്മീർ കീഴടക്കി അതിനെ മുഗൾ സാമ്രാജ്യത്തിലേക്ക് ഉൾപ്പെടുത്തുകയാണ് ഉണ്ടായത്.
പിന്നീട് മുഗൾ ചക്രവർത്തിമാരായ ഔറംഗസീബ് ഈ ഒരു മുഗൾ ഭരണം എക്സ്പാൻഡ് ചെയ്യുകയും കൂടുതൽ ഡെവലപ്പ് ചെയ്യുകയും കൂടുതൽ സിസ്റ്റമാറ്റിക് ആയിട്ട് മാറ്റുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് ലേറ്റർ മുഗൾസിന്റെ കാലഘട്ടത്തിൽ വരുമ്പോഴത്തേക്കും ഈ ഒരു മുഗൾ പ്രതാപം നഷ്ടപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്ത്യയുടെ ബാക്കി സ്ഥലങ്ങൾ മുഗളന്മാരുടെ കയ്യിൽ നിന്ന് മാറ്റപ്പെട്ടതുപോലെ തന്നെ കശ്മീരിനെയും ഈ ഒരു ലേറ്റർ മുഗൾസിന്റെ പീരീഡിൽ കശ്മീരിലും ഈ ഒരു മുഗൾ ഡൗൺഫാളുമായിട്ട് ബന്ധപ്പെട്ട് മുഗളിന്റെ കയ്യിൽ നിന്ന് മാറുന്നുണ്ട്. അങ്ങനെയാണ് 1752 അഹമ്മദ് ഷാ അബ്ദാലി കശ്മീർ പിടിച്ചെടുക്കുന്നതും അഫ്ഗാനുകൾ 1819 വരെ കശ്മീർ ഭരിക്കുന്നതും. അപ്പോൾ 1752 മുതൽ 1819 വരെ അഫ്ഗാൻസ് ആണ് കശ്മീർ ഭരിക്കുന്നത്. അപ്പോൾ ഷാമീർ ഡൈനാസ്റ്റി മാറി വരുന്നു. ഷാമീർ ഡൈനാസ്റ്റിയുടെ കയ്യിൽ നിന്ന് മുഗൾ ഭരണത്തിലേക്ക് കശ്മീർ മാറുന്നു. മുഗൾ ഭരണത്തിന്റെ കയ്യിൽ നിന്ന് ലേറ്റർ മുഗൾസിന്റെ സമയത്ത് ഇത് അഫ്ഗാന്റെ കയ്യിലേക്ക് കശ്മീരിന്റെ ഭരണം മാറുകയാണ് ചെയ്യുന്നത്. ഇനി എന്താണ് 1819 അഫ്ഗാൻസിന്റെ കയ്യിൽ നിന്നും കശ്മീർ വീണ്ടും മാറ്റപ്പെടുകയാണ് സിഖ്സിന്റെ കയ്യിലേക്ക്. അപ്പോൾ സിഖ് ഭരണാധികാരിയായിട്ടുള്ള മഹാരാജ രഞ്ജിത് സിംഗിന്റെ ഭരണത്തിലേക്കാണ് പിന്നീട് കശ്മീർ പോകുന്നത്. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അഫ്ഗാനിസ്ഥാൻ ഇവിടെ വരികയും അഫ്ഗാൻ ദുറാനി റൂളറായിട്ടുള്ള അഹമ്മദ് ഷാ അബ്ദാലി കശ്മീർ പിടിച്ചെടുക്കുകയും ചെയ്യുന്നു. അവരുടേതായിട്ടുള്ള ഹാർഷ് റൂളാണ് ഇവിടെ അവർ ഇംപ്ലിമെന്റ് ചെയ്തത്. ടാക്സ് സിസ്റ്റത്തിലായിക്കോട്ടെ, റിലീജിയസ് ടോളറൻസിലായിക്കോട്ടെ അവരത്ര മികച്ചതായിരുന്നില്ല. കശ്മീർ പണ്ഡിറ്റുകളെ ആക്രമിക്കുന്ന ഒരു സ്വഭാവം ഈ ഒരു കാലഘട്ടങ്ങളിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നീട് ഇത് മാറി സിഖ്സിന്റെ റൂളിലേക്ക് വരികയാണ്. ഇവിടെയും ടാക്സ് സിസ്റ്റത്തിൽ അത്രയധികം ലിബറൽ ആയിരുന്നില്ല മഹാരാജ രഞ്ജിത് സിംഗ് എന്ന് പറയുന്നത്. പിന്നീട് ഈ സിഖുകൾ 1819 മുതൽ 1846 വരെയാണ് കശ്മീർ ഭരിക്കുന്നത്. 1846 സമയങ്ങളിൽ അഫ്ഗാനിസിന്റെ കയ്യിൽ നിന്നും മാറ്റപ്പെട്ട സിഖ്സിന്റെ കയ്യിൽ നിന്നും മാറി ഇപ്പോൾ ഇത് ദോഗ്ര ഡൈനാസ്റ്റിയുടെ കയ്യിലേക്ക് കശ്മീർ വരികയാണ്. അപ്പോൾ 1846 ആ ആംഗ്ലോ സിഖ് യുദ്ധത്തിൽ സിഖുകൾ തോൽക്കുകയാണ്. അപ്പൊ സിഖുകൾ തോറ്റത് ബ്രിട്ടീഷുകാരുടെ മുമ്പിലാണ്. ഫസ്റ്റ് ആംഗ്ലോ സിഖ് യുദ്ധം നടന്നത് 1846 ഫസ്റ്റ് ആംഗ്ലോ സിഖ് യുദ്ധം നടക്കുന്നത്. ഫസ്റ്റ് ആംഗ്ലോ സിഖ് യുദ്ധത്തിൽ അന്നത്തെ റൂളറായിട്ടുള്ള മഹാരാജ രഞ്ജിത് സിംഗ് കശ്മീർ ബ്രിട്ടീഷുകാർക്ക് അടിയറവ് വയ്ക്കുന്നു. അപ്പോൾ ഈ ഒരു ട്രീറ്റിയാണ് ട്രീറ്റി ഓഫ് ലാഹോർ എന്ന് പറയുന്നത്. അപ്പോൾ ട്രീറ്റി ഓഫ് ലാഹോർ പ്രകാരം കശ്മീർ ബ്രിട്ടീഷുകാരുടെ കയ്യിലേക്ക് പോവുകയും പിന്നീട് ഈ ബ്രിട്ടീഷുകാർ കശ്മീർ ഒരു ഡോഗ്ര റൂളർ ആയിട്ടുള്ള ഗുലാബ് സിംഗിന്റെ കയ്യിലേക്ക് കശ്മീർ മാറ്റപ്പെടുകയാണ് ചെയ്യുന്നത്. ഏകദേശം 75 ലക്ഷം രൂപയ്ക്ക് കശ്മീർ ഡോഗ്ര റൂളർ ആയിട്ടുള്ള ഗുലാബ് സിംഗിന്റെ കയ്യിലേക്ക് പോവുകയാണ്. ഇതിനെയാണ് ട്രീറ്റി ഓഫ് അമൃത്സർ എന്ന് വിളിക്കുന്നത്. അങ്ങനെ കശ്മീർ സിഖുകാരുടെ കയ്യിൽ നിന്ന് ബ്രിട്ടീഷ് പിടിച്ചെടുത്തതിന് ശേഷം 75 ലക്ഷം രൂപയ്ക്ക് ട്രീറ്റി ഓഫ് അമൃത്സർ വഴി ഇത് ഗുലാബ് സിംഗിലേക്ക് ഒരു രജ്പുട്ട് ഡോഗ്ര റൂളർ ആയിട്ടുള്ള ഗുലാബ് സിംഗിലേക്ക് കശ്മീർ മാറ്റപ്പെടുകയാണ് ചെയ്യുന്നത്. 1846 ഗുലാബ് സിംഗ് അമൃത്സർ ഉടമ്പടിയിൽ 75 ലക്ഷം രൂപ നൽകി കാശ്മീർ സ്വന്തമാക്കുകയാണ്. ജമ്മു കശ്മീർ ലഡാക്ക് ചേർന്ന ഒരു ഏകീകൃത രാജ്യമായിട്ട് ഈ സമയത്താണ് കശ്മീർ ഒരു യൂണിഫൈഡ് ആയിട്ട് മാറുന്നത്. സൊറാവർ സിംഗ് വടക്കൻ പ്രദേശങ്ങൾ കീഴടക്കി ആ പ്രദേശങ്ങൾ വിപുലീകരിക്കപ്പെടുകയാണ് ഈ ഒരു സമയത്ത് ഉണ്ടാവുന്നത്. 1846 മുതൽ 1947 വരെ കശ്മീർ ഇതേ ഡോഗ്ര വംശം ഭരിക്കുകയാണ്. ഈ സമയങ്ങളിൽ കശ്മീർ ഒരു പ്രിൻസിലി സ്റ്റേറ്റ് ആയിരുന്നു. ഒരു ബ്രിട്ടീഷ് പ്രിൻസിലി സ്റ്റേറ്റ് ആയിട്ടാണ് ഈ ഒരു 1947 വരെ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് വരെ ഈ ഒരു കശ്മീർ ഒരു പ്രിൻസിലി സ്റ്റേറ്റ് ആയിട്ടാണ് മാറപ്പെട്ടത്. അപ്പം നമ്മൾ കശ്മീർ ആദ്യത്തെ ഹിന്ദു ബുദ്ധിസ്റ്റ് ഡൈനാസ്റ്റികളിൽ നിന്ന് മാറി, ആ ഒരു റൂളിൽ നിന്ന് മാറി പിന്നീട് മുഗളന്മാരുടെ കയ്യിലേക്കും ഷാമീർ ഡൈനാസ്റ്റിയുടെ ഭാഗത്തേക്കും മുഗളന്മാരുടെ ഭാഗത്തേക്കും പിന്നീട് അഫ്ഗാൻ സിഖ് ബ്രിട്ടീഷ് വഴി ദോഗ്ര റൂളിന്റെ സമയത്തേക്കും പോകുന്നത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. 1947 വരെ വിവിധ റൂളേഴ്സ്, വിവിധ ഡൈനാസ്റ്റീസ്, വിവിധ എംപയേഴ്സ് ഭരിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു കശ്മീരിന്. 1947 ബ്രിട്ടീഷ് പ്രിൻസ്ലി സ്റ്റേറ്റ് എന്ന രൂപമാണ് കശ്മീർ സ്വീകരിച്ചത്. 1947 വിഭജനവുമായിട്ട് ബന്ധപ്പെട്ടാണ് കശ്മീരിന്റെ പ്രശ്നങ്ങൾക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളുടെ ഒരു തുടക്കം എന്ന് പറയുന്നത്. 1947 ഇന്ത്യ പാർട്ടീഷനായി എന്ന് നമുക്കറിയാം. ഇന്ത്യയിൽ നിന്നും ഒരുപാട് ജനത
പാകിസ്ഥാനിലേക്കും പാകിസ്ഥാനിൽ നിന്ന് തിരിച്ചും വരുന്ന ഒരു കാലഘട്ടമാണ്. ഇവിടെ ഉണ്ടായിരുന്ന നാട്ടുപ്രദേശങ്ങളും ഇവിടെ ഭരിച്ചിരുന്ന പ്രിൻസസിന് മുന്നിലേക്ക് ബ്രിട്ടീഷ് ഭരണകൂടം ഒരു ഓഫർ വയ്ക്കുകയാണ്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യയുടെ കൂടെ നിൽക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പാകിസ്ഥാന്റെ കൂടെ നിൽക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻഡിപെൻഡന്റ് ആവാം. അങ്ങനെ 1947 കശ്മീരിന് മുന്നിൽ ഇങ്ങനെ ഒരു ഓഫർ ബ്രിട്ടീഷുകാർ വെച്ചപ്പോഴത്തേക്കും അന്നത്തെ കശ്മീർ റൂളറായിട്ടുള്ള മഹാരാജ ഹരി സിംഗ് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കാനാണ് ആഗ്രഹിച്ചത്. ഗുലാബ് സിംഗിന്റെ ഗ്രേറ്റ് ഗ്രാൻഡ് സൺ ആയിരുന്ന ഹരി സിംഗ് ഇന്ത്യയോടും പാകിസ്ഥാനോടും പറയുകയാണ്, ഞങ്ങൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിന്നുകൊള്ളാം. ഇപ്പോൾ എന്താണോ ഞങ്ങളുടെ ഓട്ടോണമി, ആ ഒരു സ്റ്റാൻഡ് സ്റ്റിൽ എഗ്രിമെന്റ് പ്രകാരം ഞങ്ങൾ ഇങ്ങനെ തന്നെ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിന്നോളാം എന്ന് പറയുന്നു. അങ്ങനെ ഈ ഒരു സ്റ്റാൻഡ് സ്റ്റിൽ എഗ്രിമെന്റ് 1947 സ്റ്റാൻഡ് സ്റ്റിൽ എഗ്രിമെന്റ് മഹാരാജ ഹരി സിംഗ് പാകിസ്ഥാന്റെ മുന്നിലും ഇന്ത്യയുടെ മുന്നിലേക്കും വയ്ക്കുന്നു. ഇന്ത്യ പറയുന്നു, മുന്നോട്ടുള്ള ഡിസ്കഷൻസിന് ശേഷം നമുക്കിത് തീരുമാനിക്കാമെന്ന് പറയുന്നു. പക്ഷെ പാകിസ്ഥാന്റെ മുന്നിലേക്ക് പോയ ഈ സ്റ്റാൻഡ് സ്റ്റിൽ എഗ്രിമെന്റ് പാകിസ്ഥാൻ ഓക്കെ ആണെന്ന് പറയുന്നു. അപ്പോൾ കാര്യങ്ങളെല്ലാം ഒരുവിധം ദൂരീകരിച്ചു കഴിഞ്ഞുവെന്നും ഇന്ത്യയുമായിട്ടുള്ള ഫർദർ ഡിസ്കഷൻസിന് ശേഷം ഈ ഒരു കശ്മീരിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാമെന്നും നമ്മൾ തീരുമാനിക്കുന്നു. പക്ഷേ ഓഗസ്റ്റ് മാസം 12, 1947 ഇങ്ങനൊരു പ്രമേയം അവതരിപ്പിച്ചതിന് ശേഷം പാകിസ്ഥാൻ അത് സ്വീകരിക്കുകയും ഇന്ത്യ കൂടുതൽ ചർച്ച ആവശ്യപ്പെടുകയും ചെയ്തതിന് ശേഷം പാകിസ്ഥാൻ ഒക്ടോബർ മാസം 1947 കാശ്മീർ ആക്രമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിനു മുന്നേ 1947 കശ്മീരി ജനതയുടെ മനസ്സ്, അവരുടെ ലക്ഷ്യങ്ങളും അവരുടെ കാര്യങ്ങൾ എന്താണ്? ദോഗ്ര ഭരണത്തോടുള്ള എതിർപ്പായിരുന്നു അവർ ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത്. നമുക്കറിയാം, ഗുലാബ് സിംഗിന്റെ കീഴിൽ 1947 വരെയാണ് കശ്മീർ ഇവിടെ നിലനിന്നിരുന്നത്. അതിനുശേഷമാണ് പാർട്ടീഷൻ വഴി ഇങ്ങനെ ഒരു ഓഫറൊക്കെ വെക്കുന്നത്. അപ്പോഴാണ് ഹരി സിംഗ് ഇതിനെപ്പറ്റി ചിന്തിക്കുന്നത്, ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കണം എന്ന് പറയുന്നത്. പക്ഷേ ഹരി സിംഗ് ഡോഗ്ര റൂളറാണ്. ഇൻഡിപെൻഡന്റ് ആയിട്ട് കശ്മീർ നിന്ന് കഴിഞ്ഞാൽ വീണ്ടും ഒരു ഡോഗ്ര റൂളിലേക്ക് മാത്രമാണ് കശ്മീർ പോവുക. പക്ഷെ അത് അന്നത്തെ കശ്മീർ ജനതയ്ക്ക് താല്പര്യം ഉണ്ടായിരുന്ന ഒന്നല്ല. കാരണം ഇതൊരു മൊണാർക്കി സിസ്റ്റമാണ് ഡോഗ്ര റൂൾ എന്ന് പറയുന്നത്. ഈ ഒരു മൊണാർക്കി സിസ്റ്റത്തിലേക്ക് മാറി ഒരു ഡെമോക്രസിയിലേക്ക്, ഒരു ജനാധിപത്യ ഭരണത്തിലേക്ക് വേണം എന്നാണ് അന്നത്തെ കശ്മീർ ജനത ആഗ്രഹിച്ചത്. അവരത് മുന്നോട്ട് വെച്ചത്. അപ്പൊ ദോഗ്ര ഭരണത്തോടുള്ള എതിർപ്പാണ് അന്നത്തെ കശ്മീർ ജനത ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത്. ജനാധിപത്യത്തിലേക്കുള്ള ആഗ്രഹമാണ് അവരന്ന് പ്രകടിപ്പിച്ചത്. കശ്മീർ ഒരു മതേതര രാഷ്ട്രമാക്കി മാറ്റണം എന്ന് അവരാഗ്രഹിച്ചു. നമുക്കറിയാം, കശ്മീർ അന്നും ഇന്നും ഒരു മുസ്ലിം പ്രാതിനിധ്യമുള്ള ഒരു ഏരിയ ആണ് എങ്കിൽ കൂടി ഒരു വലിയ പരിധി വരെ ഒരു ഹിന്ദു, ബുദ്ധിസ്റ്റ് കാര്യങ്ങളെല്ലാം, ഈ ഒരു റിലീജൻ എല്ലാം തന്നെ അവിടെ ഉണ്ട് എന്ന് നമുക്കറിയാം. അപ്പൊ കശ്മീരിന് ഹിന്ദു, മുസ്ലിം, സിഖ് ഭരണത്തിന് ചരിത്രം ഉണ്ടായിരുന്നു. അത് അതിന്റെ മതേതര സ്വഭാവങ്ങളെ പ്രതിഫലിപ്പിക്കുന്നത് കൂടിയായിരുന്നു. അപ്പൊ ജനഹിത പരിശോധനയ്ക്ക് വേണ്ടിയുള്ള പൂർത്തീകരിക്കപ്പെടാത്ത അപേക്ഷയാണ്. ജനഹിതം എന്താണ് എന്ന് പരിശോധിച്ചതിന് ശേഷം ഒരു തീരുമാനം എടുക്കാം എന്ന് നിശ്ചയിച്ചിരിക്കുന്ന ഒരു സമയത്താണ് ഒക്ടോബർ മാസം 1947 പാകിസ്ഥാൻ ഇവിടെ ആക്രമിക്കുന്നത്. അപ്പോൾ ജനഹിതം എന്താണ് എന്ന് തീരുമാനിച്ചതിന് ശേഷം കശ്മീർ ഇന്ത്യയിലേക്ക് പോകണോ പാകിസ്ഥാനിലേക്ക് പോകണോ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കണോ എന്ന് തീരുമാനിക്കാവുന്ന ഒരു സന്ദർഭത്തിൽ പാകിസ്ഥാന് മനസ്സിലാകുകയാണ്, ജനഹിതം വഴി ഇത് ഇന്ത്യയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ജനഹിതം വഴി ഇന്ത്യയിലേക്ക് പോയി കഴിഞ്ഞാൽ അത് പാകിസ്ഥാൻ ഇഷ്ടപ്പെടാത്തൊരു കാര്യമായതുകൊണ്ട് എന്ത് ചെയ്തു, ഒക്ടോബർ മാസം 1947 തന്നെ ഈ ഒരു ജനഹിതം ഇവിടെ നടക്കുന്നതിന് മുന്നേ തന്നെ പശ്തൂൺ മിലിറ്റൻസ് വഴി പാകിസ്ഥാൻ കശ്മീർ ആക്രമിക്കുകയും കശ്മീരിന്റെ പല സ്ഥലങ്ങളും വളയുകയും ചെയ്യുന്നു. ഇത് ഹരി സിംഗ് മനസ്സിലാക്കുകയും ഹരി സിംഗ് പാകിസ്ഥാനെതിരായിട്ടല്ല നിൽക്കാൻ പോകുന്നത്, ഹരി സിംഗ് ഇന്ത്യയിലേക്ക് വരികയും രക്ഷിക്കണമെന്ന് പറയുകയും ചെയ്യുന്നു. അന്നത്തെ ഗവർണർ ജനറൽ ആയിട്ടുള്ള മൗണ്ട് ബാറ്റന്റെ അടുത്താണ് ഹരി സിംഗ് ഈ കാര്യം ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഗവർണർ ജനറൽ മൗണ്ട് ബാറ്റനും അന്നത്തെ സ്റ്റേറ്റ് റീഓർഗനൈസേഷനുമായിട്ട് സംബന്ധിച്ച ജവഹർലാൽ നെഹ്റു, സർദാർ പട്ടേൽ എല്ലാവരും കൂടി ആലോചിച്ചതിന് ശേഷം കാശ്മീരിനെ ഇന്ത്യ സഹായിക്കാം, പക്ഷേ ഇൻസ്ട്രുമെന്റ് ഓഫ് അക്സഷൻ നിങ്ങൾ ഒപ്പുവെക്കുകയും അതുവഴി കാശ്മീർ ഇന്ത്യയുടെ ഭാഗമായിട്ട് മാറുകയും ചെയ്യണമെന്ന് ഇന്ത്യ മഹാരാജ ഹരി സിംഗിന് മുൻപാകെ പറയുകയാണ്. ഹരി സിംഗ് ഇത് അംഗീകരിക്കുകയാണ്. അങ്ങനെ കശ്മീർ ഇൻസ്ട്രുമെന്റ് ഓഫ് അക്സഷനിൽ ഒപ്പുവെക്കാമെന്ന് സമ്മതിക്കുന്നു. അതേസമയം തന്നെ കശ്മീരിൽ പശ്തൂൺ മിലിറ്റൻസ് നിലയുറപ്പിക്കുകയാണ്. ഇവരെ നേരിടാൻ വേണ്ടിയിട്ട് ഇൻസ്ട്രുമെന്റ് ഓഫ് അക്സഷൻ ഒപ്പുവെക്കാമെന്ന് പറഞ്ഞ പ്രോമിസിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ സോൾജിയേഴ്സ് കശ്മീർ മണ്ണിലേക്ക് പോവുകയാണ്. അങ്ങനെ
പഷ്തൂൺ മിലിറ്റൻസിനെ ഇന്ത്യൻ സോൾജേഴ്സ് നേരിടുന്ന ഒരു അവസ്ഥയിലേക്കാണ് അന്ന് വന്നെത്തിയത്. കരാർ ലംഘനമുണ്ടാവുന്നു. ഇതുവഴി കശ്മീരിന്റെ വലിയൊരു ഭാഗം പിടിച്ചെടുക്കുന്നു. ഹരി സിംഗ് ഇന്ത്യയുടെ അടുത്ത് വന്ന് സഹായം അഭ്യർത്ഥിക്കുന്നു. അങ്ങനെ ലേന ഉടമ്പടി, ഇൻസ്ട്രുമെന്റ് ഓഫ് ആക്സഷൻ ഒപ്പുവെക്കാമെന്ന് സമ്മതിക്കുന്നു. അങ്ങനെ പാകിസ്ഥാൻ കശ്മീരിന്റെ ഒരു ഭാഗം കൈവശപ്പെടുത്തി വെച്ചിരിക്കുകയായിരുന്നു പാകിസ്ഥാൻ അന്ന്. അങ്ങനെ സോൾജേഴ്സ് അവിടെ എത്തിയെങ്കിലും പഷ്തൂൺ തീവ്രവാദികളുമായിട്ട്, പഷ്തൂൺ മിലിറ്റൻസുമായിട്ട് നേരിടുകയും ചെയ്തുവെങ്കിലും അവരൊരു പ്രത്യേക സ്ഥലത്ത് നിന്നും പിൻവാങ്ങാൻ തയ്യാറായിരുന്നില്ല. അതവർ പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കശ്മീരായിട്ട് പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. ഇപ്പുറത്ത് നമ്മളുടെ കയ്യിൽ കശ്മീരിന്റെ കുറച്ച് ഭാഗവും അപ്പുറത്ത് അവരുടെ കയ്യിൽ കശ്മീരിന്റെ കുറച്ച് ഭാഗവും വരികയാണ്. ഇവിടെയാണ് ഡിവിഷൻ ഉണ്ടാവുന്നത്, ഇവിടെയാണ് തർക്കങ്ങൾ ഉണ്ടാവുന്നത്. പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കശ്മീർ എന്ന് പറഞ്ഞ ഒരു ഭൂപ്രദേശം അവരുടെ കയ്യിലിരിക്കുന്നു. ഗിൽഗിട്ട് പാകിസ്ഥാൻ, അതുപോലെ തന്നെ ആസാദ് കശ്മീരൊക്കെ പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കാശ്മീരിൽ ഉൾപ്പെടുകയും നമ്മുടെ ഭാഗത്തുണ്ടായിരുന്ന കശ്മീരിന്റെ പ്രദേശങ്ങളായിട്ടുള്ള കശ്മീർ വാലി, ജമ്മു തുടങ്ങിയ ലഡാക്ക് തുടങ്ങിയ ഏരിയാസിനെ നമ്മൾ കശ്മീർ എന്നും വിളിക്കാൻ തുടങ്ങി. അങ്ങനെ 1948 ജനുവരി 1 ഇന്ത്യ ഈ കാര്യം UN മുന്നിലെത്തിക്കുന്നു. അങ്ങനെ UN ഈ ഒരു പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ട്, പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കശ്മീർ എന്നും ഇന്ത്യൻ കശ്മീർ എന്നും ബന്ധപ്പെട്ട ഈ ഒരു പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ട്, ഈ ഒരു തർക്കം ദൂരീകരിക്കുവാൻ വേണ്ടിയിട്ട് UN ഒരു കമ്മീഷനെ നിയോഗിക്കുന്നു. അങ്ങനെ UN കമ്മീഷൻ ഈ കശ്മീർ വിഷയത്തിൽ ഇടപെടുകയാണ്. അങ്ങനെ UN കമ്മീഷൻ കശ്മീർ വിഷയത്തിൽ ഇടപെടുകയും കശ്മീർ വിഷയത്തിനെ അവലോകനം ചെയ്യുകയും പാകിസ്ഥാനാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഈ ഒരു കലഹങ്ങളുടെയും ഈ ഒരു തർക്കങ്ങളുടെയും പ്രധാന ഉത്തരവാദി എന്ന് പറയുകയും പാകിസ്ഥാൻ ഇപ്പോൾ ഉള്ള പ്രശ്നങ്ങൾ നിർത്തണമെന്നും പഷ്തൂൺ മിലിറ്റൻസിനെ പിൻവലിക്കണമെന്നും പകരം ഇന്ത്യയും സായുധമായിട്ടുള്ള സോൾജേഴ്സിനെ അവിടെ നിന്നും പിൻവലിക്കണമെന്നും സീസ് ഫയർ ഒപ്പുവെക്കണമെന്നും പറയുന്നു. പക്ഷേ എന്താണ് സംഭവിച്ചത്? UN പ്രമേയം 47 ഏപ്രിൽ 1948 അവതരിപ്പിക്കുന്നു. അതുവഴി വെടിനിർത്തൽ, സൈന്യം പിൻവലിക്കൽ, പ്ലെബിസൈറ്റ് തുടങ്ങിയവ നിർദ്ദേശിക്കുന്നു. അപ്പോൾ പ്ലെബിസൈറ്റിലേക്ക് പോകുന്ന സമയത്താണ് പാകിസ്ഥാൻ അവിടുന്ന് പിൻവാങ്ങാൻ തയ്യാറായില്ല എന്നൊരു സന്ദർഭത്തിലേക്ക് വരികയാണ്. ഇവിടുത്തെ പ്രധാന പ്രശ്നം UN കമ്മീഷൻ നിയോഗിച്ചു, UN പ്രമേയം പാസ്സാക്കി. പക്ഷേ ഈ പ്രമേയം ബൈൻഡിങ് ആയിരുന്നില്ല. UN നിർദ്ദേശിച്ച ഈ ഒരു കാര്യങ്ങൾ ഇന്ത്യയും പാകിസ്ഥാനും പാലിച്ചേ പറ്റൂ എന്ന ഒരു നിബന്ധന ഇതിലുണ്ടായിരുന്നില്ല. അങ്ങനെ പാകിസ്ഥാൻ ഇത് പാലിക്കപ്പെടാതെ പോവുകയാണ്. പാകിസ്ഥാൻ എന്ത് ചെയ്യുന്നു? പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കശ്മീരിൽ നിലനിന്നിട്ടുള്ള അവരുടെ മിലിറ്റൻസിനെ പാകിസ്ഥാൻ പിൻവലിക്കുന്നില്ല. ഇത് പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കശ്മീരാണ്, ഇത് ഞങ്ങളുടേതാണ് എന്നൊരു വാദം അവർ മുന്നോട്ട് വയ്ക്കുന്നു. അപ്പോൾ UN തീരുമാനത്തിന് ശേഷമുള്ള ആദ്യ ഘട്ടം എന്താണ്? പാകിസ്ഥാന്റെ സൈന്യം പാകിസ്ഥാൻ പിൻവലിച്ചിട്ടില്ല, ജനഹിത പരിശോധന നടക്കാതെ പോയി. അപ്പോൾ കശ്മീർ ജനതയ്ക്ക് താല്പര്യമുണ്ടായിരുന്ന ഒരു ജനഹിത പരിശോധന നടക്കുന്ന സമയത്തിന് മുന്നെയാണ് ഒക്ടോബർ 1947 പാകിസ്ഥാൻ ആക്രമിക്കുന്നത്. അങ്ങനെ ആ ഒരു ജനഹിത പരിശോധന അവിടെ നടക്കാതെ പോയി. ആർട്ടിക്കിൾ 370 പിന്നീട് 1949 ഇംപ്ലിമെന്റ് ചെയ്യുകയാണ്. നമുക്കറിയാം 2019 ആർട്ടിക്കിൾ 370 പിൻവലിക്കുന്നത്. അപ്പോൾ 1947 ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെ ആർട്ടിക്കിൾ 370 പ്രകാരം നമ്മുടെ ഭരണഘടന അപ്പാടെ ജമ്മു കാശ്മീരിലേക്ക് അടിച്ചേൽപ്പിക്കേണ്ടതില്ല എന്ന ഒരു കാര്യം മുന്നോട്ട് വയ്ക്കുന്നു. നമ്മുടെ ഭരണഘടനയിലുള്ള എന്ത് പ്രൊവിഷൻ ആണെങ്കിലും കാശ്മീരിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ കാശ്മീർ സ്റ്റേറ്റിന് പെർമിഷൻ വേണം എന്ന ഒരു നിബന്ധനയാണ് ആർട്ടിക്കിൾ 370 മുന്നോട്ട് വെച്ചത്. അതുകൂടാതെ തന്നെ മറ്റനേകം റെസ്ട്രിക്ഷൻസും ആർട്ടിക്കിൾ 370 പ്രകാരം ഉണ്ടായിരുന്നു. പുറമെ നിന്നൊരാൾക്ക് കാശ്മീരിൽ പോയി കാശ്മീരിൽ ലാൻഡ് മേടിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ആർട്ടിക്കിൾ 370 പ്രകാരം നിലനിന്നിരുന്നു. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റിന് ഒരു പ്രത്യേകമായിട്ടുള്ള പല വിധത്തിലുള്ള പദവികൾ, പ്രത്യേകമായിട്ടുള്ള ഫ്ലാഗ്, പ്രത്യേകമായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ എന്നിവയെല്ലാം ആർട്ടിക്കിൾ 370 പ്രകാരം കാശ്മീരിന് ലഭിക്കുകയാണ്. ഇത് വർഷം ഓർത്ത് വെച്ചിരിക്കുക, 1949 ആർട്ടിക്കിൾ 370 വരുന്നത്. അങ്ങനെ 1951 തെരഞ്ഞെടുപ്പിന് ശേഷം കശ്മീർ നിയമസഭ ഇന്ത്യയുമായി ലയനം ഔദ്യോഗികമായി അംഗീകരിക്കുകയാണ്. ഇത് പൂർണ്ണമായതും ഇത് ഇംപ്ലിമെന്റ് ആയതും ഏകദേശം 1957-58 സമയങ്ങളിലാണ്. അങ്ങനെ 1951 തെരഞ്ഞെടുപ്പ് വരുന്നു. 1957 ഈ തെരഞ്ഞെടുപ്പിൽ വഴി എലക്ട് ചെയ്യപ്പെട്ട സ്റ്റേറ്റ് ഗവൺമെന്റ് ഷെയ്ഖ് അബ്ദുള്ളയാണ്. പിന്നീട് ഇത് മാറുകയും 1957 പുതിയ ഗവൺമെന്റ് വരികയും ഈ ഒരു ലയനം പൂർണ്ണമായിട്ടും ഇംപ്ലിമെന്റ് ചെയ്യുകയാണ് ഉണ്ടായത്.
ഇനി യുദ്ധങ്ങളും സംഘർഷങ്ങളുമായിട്ടുള്ള നാളുകളിലേക്കാണ് കശ്മീർ വീണ്ടും കടക്കപ്പെട്ടത്. നമുക്കറിയാം 1947-48 സമയങ്ങളിൽ ആദ്യമായിട്ട് നമ്മൾ ഇൻഡോ പാക് യുദ്ധം സോൾജിയേഴ്സും പശ്തൂൺ മിലിറ്റൻസും തമ്മിൽ നടത്തപ്പെടുന്നുണ്ട്. ഇതിനുശേഷം UN പ്രമേയത്തിനും ശേഷം ഇവിടെ തെരഞ്ഞെടുപ്പ് നടത്തുന്നുണ്ട് 1951. എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് നടത്തിയതിനു ശേഷം 1957 ഈ ഒരു ലയനം ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് അതിനുശേഷം 1965 മുതൽ വീണ്ടും യുദ്ധങ്ങൾ ഉണ്ടാവുകയാണ്. 1965, 1971, 1989, 1999 എന്നീ വർഷങ്ങളിലെല്ലാം തന്നെ ഇൻഡോ പാക് യുദ്ധം നടത്തപ്പെടുകയാണ്. 1965 യുദ്ധം പാകിസ്ഥാൻ കശ്മീരിൽ അധിനിവേശത്തിന് ശ്രമിച്ചു, ഇന്ത്യ തിരിച്ചടിച്ചു. പിന്നീട് 1965 യുദ്ധത്തിന് ശേഷം തഷ്കന്ത് കരാർ ഒപ്പുവയ്ക്കുകയും ഈ ഒരു യുദ്ധം ഇവിടെ അവസാനിക്കുകയും ചെയ്യുകയാണ്. പിന്നീട് 71 വീണ്ടും യുദ്ധം ഉണ്ടാവുന്നു. ബംഗ്ലാദേശ് സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട ഇൻഡോ പാക് യുദ്ധം 71 ഉണ്ടാവുന്നു. പിന്നീട് 89-ലും 99-ലും അതായത് കാർഗിൽ സംബന്ധിച്ച കാര്യങ്ങൾ കടന്നു വരുന്ന 1999 കാർഗിൽ യുദ്ധം, ഇതെല്ലാം ഇതിന്റെ ബാക്കി പത്രമായിട്ട് ഇവിടെ നടക്കുകയാണ്. അങ്ങനെ ആധുനിക കാലഘട്ടത്തിലേക്ക് കശ്മീർ വരുമ്പോൾ കശ്മീരിൽ തീവ്രവാദവും അതിർത്തിയിൽ സംഘർഷങ്ങളും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. രണ്ടാമത്തേത്, കശ്മീരിൽ ഭീകരപ്രവർത്തനങ്ങൾക്ക് പാകിസ്ഥാൻ പിന്തുണ തുടർച്ചയായിട്ട് നൽകിക്കൊണ്ടിരിക്കുന്നു. ഈ കഴിഞ്ഞ പഹൽഗാം ഇൻസിഡന്റ് ആണെങ്കിൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പാകിസ്ഥാൻ നേരിട്ടോ അല്ലാതെയോ സൈനിക നീക്കത്തിൽ കൂടിയോ തീവ്രവാദ നീക്കത്തിൽ കൂടിയോ കശ്മീരിനെ ആക്രമിക്കുകയും ഈ ഒരു പ്രവണത മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. 2019 ആർട്ടിക്കിൾ 370 റദ്ദാക്കലാണ് നമ്മൾ ആഗസ്റ്റ് മാസത്തിൽ 5-ാം തീയതി കണ്ടത്. അന്നത്തെ ഗവൺമെന്റ് ആഗസ്റ്റ് മാസം 5-ാം തീയതി പറയുന്നു ആർട്ടിക്കിൾ 370 ഇനി ഉണ്ടാവില്ല, പകരം ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നീ 2 യൂണിയൻ ടെറിട്ടറീസ് ആയിട്ട് കശ്മീരിനെ മാറ്റപ്പെടുന്നു. അങ്ങനെ ആർട്ടിക്കിൾ 370 പോയതോടുകൂടി ഇന്ത്യൻ ഭരണഘടനയിലുള്ള എല്ലാ കാര്യങ്ങളും കശ്മീരിലേക്ക് നേരിട്ട് ആപ്ലിക്കബിൾ ആവുന്നു. ഇന്ത്യൻ ഫ്ലാഗ് കശ്മീർ മണ്ണിലേക്ക് മാറുന്നു. ഇന്ത്യക്കാർക്ക് കശ്മീരിൽ ലാൻഡ് മേടിക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നു. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഏത് വിധേനയും ഇതിന്റെ എല്ലാ പ്രൊവിഷൻസും, ഫണ്ടമെന്റൽ റൈറ്റ്സും ഫണ്ടമെന്റൽ ഡ്യൂട്ടീസും ഉൾപ്പെടെ കശ്മീരിലേക്ക് നേരിട്ട് ഇംപ്ലിമെന്റ് ആകുന്നു. അങ്ങനെ ജമ്മു കാശ്മീരും ലഡാക്കും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളായിട്ട് വിഭജിക്കുകയും ചെയ്യുന്നു. ഇപ്പോഴത്തെ യൂണിയൻ ടെറിട്ടറി ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ ഒരു ഷോർട്ട് ഇമേജ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 1 ജമ്മു ആൻഡ് കാശ്മീർ എന്ന ഒരു യൂണിയൻ ടെറിട്ടറിയും 2 ലഡാക്ക് എന്ന ഒരു യൂണിയൻ ടെറിട്ടറിയും. ഈ ജമ്മു ആൻഡ് കാശ്മീർ എന്ന യൂണിയൻ ടെറിട്ടറിക്ക് അസംബ്ലി ഉണ്ട്, ലഡാക്കിൽ അസംബ്ലി ഇല്ല, ഓട്ടോണമസ് കൗൺസിൽസ് ആണ് ഉള്ളത്. ഇവിടെ അസംബ്ലിയിൽ ഇന്നത്തെ CM ആയിട്ടുള്ള ഒമർ അബ്ദുള്ളയും അതുപോലെ തന്നെ ഒരു ലഫ്റ്റനന്റ് ഗവർണർ ആയിട്ടുള്ള മനോജ് സിൻഹയും ഉണ്ട്. ഇപ്പുറത്ത് ലഫ്റ്റനന്റ് ഗവർണർ മാത്രമാണുള്ളത്, BD മിശ്ര എന്ന് പറയുന്നത്. ഇവിടെ 2 സിറ്റിസൺഷിപ്പ് ഇല്ല. ജമ്മു കാശ്മീരിൽ 370 റിവോക്ക് ചെയ്തതിനു ശേഷം ഒരു ഡ്യുവൽ സിറ്റിസൺഷിപ്പ് ഇവിടെ കാണാൻ സാധിക്കുന്നില്ല. സെൻട്രൽ ലോസ് ഇതുപോലെ തന്നെ ജമ്മു കാശ്മീരിൽ ഇപ്പോൾ അപ്ലൈ ആവുന്നുണ്ട്. സെപ്പറേറ്റ് ലോസ് ജമ്മു കാശ്മീരിന് ഒരു നിയമം, ഇന്ത്യക്ക് ഒരു നിയമം എന്നിങ്ങനെ കാണാൻ സാധിക്കുന്നില്ല. 2 ഫ്ലാഗുകൾ ഇപ്പോഴില്ല. ഇപ്പോൾ ഇന്ത്യയുടെ ഒരു ഫ്ലാഗ് മാത്രമാണ് അവിടെയുള്ളത്. ഇലക്ഷൻസ് ഓരോ 5 വർഷം കൂടുമ്പോഴും അവിടെ സംഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും കാര്യമുണ്ടായാൽ പോലീസിനെ മാനേജ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആയിരിക്കും. അങ്ങനെ ഇപ്പോൾ ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിലേക്ക് കശ്മീർ പോയിക്കൊണ്ടിരിക്കുന്നു. ഡെവലപ്മെന്റ് കശ്മീരിലേക്ക് എത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നമ്മൾ മുന്നേ കണ്ട പോലെ പാകിസ്ഥാൻ നേരിട്ടോ അല്ലാതെയോ സായുധമായിട്ടുള്ള വിപ്ലവത്തിലേക്ക്, സായുധമായിട്ടുള്ള ആക്രമണത്തിലേക്ക് പാകിസ്ഥാൻ പോകുന്നത്. എന്തു തന്നെയാണെങ്കിലും യുദ്ധം ഉണ്ടായാലും അത് തോറ്റവനായാലും ജയിച്ചവനായാലും നഷ്ടം 2 പേർക്കും ഉണ്ടാവുന്നുണ്ട്. യുദ്ധം നമ്മുടെ നാട്ടിലാണ്, നമ്മുടെ മണ്ണിലാണ് ഉണ്ടാവുന്നതെങ്കിൽ ആ യുദ്ധത്തിൽ നമ്മൾ ജയിച്ചാലും നമ്മൾ തോറ്റാലും ഇവിടെ ഉണ്ടാവുന്ന നാശനഷ്ടങ്ങൾ നമ്മുടേത് മാത്രമായിരിക്കും. യുദ്ധം പാകിസ്ഥാന്റെ മണ്ണിലാണ് ഉണ്ടാവുന്നതെങ്കിൽ യുദ്ധം അവർ ജയിച്ചാലും യുദ്ധം അവർ തോറ്റാലും അവിടെ ഉണ്ടാവുന്ന നഷ്ടങ്ങൾ അവരുടെ മണ്ണിലേക്ക് തന്നെയായിരിക്കും ഉണ്ടാവുക. ബാക്കി രാജ്യങ്ങളും ഇതിനകത്തോട്ട് ഉൾപ്പെടാൻ സാധ്യതയുണ്ട് എങ്കിൽ ഈ നഷ്ടങ്ങളുടെ വ്യാപ്തി കൂടുക മാത്രമേ ഉള്ളൂ. ഇവിടെ നമുക്ക് കശ്മീരിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ പഹൽഗാം ഇൻസിഡൻസുമായിട്ട് ബന്ധപ്പെട്ട കശ്മീരിലെ ജനതയുടെ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ഇവിടെ ഒരു തീവ്രമായ ഒരു കാര്യത്തിലേക്ക് പോകുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നതും ഇതേ ജനതയായിരിക്കും. അന്ന് ജനഹിത പരിശോധന വേണം എന്നാവശ്യപ്പെട്ട, അന്ന് ജനാധിപത്യ ഭരണം വേണം എന്നാവശ്യപ്പെട്ട, അന്ന് ഞങ്ങൾക്ക് സമാധാനം വേണം എന്ന് കാലാകാലങ്ങളായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ആ ജനത വീണ്ടും കഷ്ടപ്പെടുക തന്നെ ചെയ്യും.
എന്നിരുന്നാലും കാര്യങ്ങളെല്ലാം ശുഭ സമാപ്തിയിലേക്ക് എത്തട്ടെ എന്നും ഈ കാര്യങ്ങളെല്ലാം ദൂരീകരിക്കട്ടെ എന്നും ഈ ഒരു ഡിബേറ്റുകളെല്ലാം നല്ല രീതിയിൽ നിർത്തട്ടെ എന്നും നമുക്ക് പ്രത്യാശിക്കാം. അപ്പോൾ നമ്മുടെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ ബാച്ചുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിക്ടറി ബാച്ച് നമ്മളിപ്പോൾ ഉടൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബാച്ചുമായിട്ട് ബന്ധപ്പെട്ട ഫീച്ചേഴ്സ് എല്ലാ ദിവസവും ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി കാണും. എല്ലാ ആഴ്ചകളിലും നിങ്ങളുടെ മുന്നിലേക്ക് എക്സാംസ് നടത്തപ്പെടും. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ഒരു ബാച്ചിലെ ഓരോരുത്തർക്കുമായിട്ട് ഒരു സ്പെഷ്യൽ മെന്റർഷിപ്പ് പ്രോഗ്രാം ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് എന്ത് സംശയം വേണമെങ്കിലും ഈ മെന്റേഴ്സുമായിട്ട് സംസാരിച്ച് തീർക്കാവുന്നതാണ്. എല്ലാ സമയങ്ങളിലും ടൈം ടേബിൾ ബേസ്ഡ് ആയിട്ടുള്ള റിവിഷൻസ് ഉണ്ടാവും. അതിൽ സ്പെഷ്യൽ ടോപ്പിക് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സസുകളും എക്സ്ട്രാ ലൈവ് ക്ലാസ്സസും റെക്കോർഡഡ് ക്ലാസ്സസും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു. അതുപോലെ തന്നെ ഇതിന്റെ എല്ലാം PDF നോട്ടും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു. കൃത്യമായിട്ട് പഠിച്ചു പോവുക. അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യുക. കോമ്പറ്റീറ്റീവ് ക്രാക്കർ നിങ്ങളോടൊപ്പം ഉണ്ട്. താങ്ക് യു.